ക്ലാസ്സിൽ നമ്മൾ കേട്ടറ്റ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ അഥവാ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഈ മൂന്ന് ടേംസും സൈക്കോളജി പഠിക്കുന്ന എല്ലാ ആൾക്കാരും കേട്ടിട്ടുള്ള ടേംസ് ആയിരിക്കും. പക്ഷെ എന്താന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അത് നമുക്ക് ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി ക്ലിയർ ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ദെൻ തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് പേഴ്സണാലിറ്റി തിയറി എന്നുള്ള കാര്യം ഒന്ന് പറയണം. അപ്പൊ ആ പേഴ്സണാലിറ്റി തിയറിയുടെ അണ്ടറിലാണ് എന്ത് വരുന്നത്? തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ അല്ലെങ്കിൽ മനസ്സിന്റെ ഘടനയെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോ ആദ്യം നോക്കേണ്ട കാര്യം, ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഫ്രോയിഡിന്റെ മനസ്സിന്റെ ഘടന എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ആ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓർത്തു വെക്കുക, സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് നമ്മൾ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്. അപ്പോൾ ഈ തിയറി ഓഫ് പേഴ്സണാലിറ്റിയിൽ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ത് ചെയ്തു? പേഴ്സണാലിറ്റിയെ 3 തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിൽ ഒന്നാമത്തെയാണ് പേഴ്സണാലിറ്റി ഡയനാമിക്സ് അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ചലനാത്മകത എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, പേഴ്സണാലിറ്റി ഡയനാമിക്സ്. രണ്ടാമത്തേതാണ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, വ്യക്തിത്വത്തിന്റെ ഘടന. മൂന്നാമത്തത് തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. അപ്പൊ പേഴ്സണാലിറ്റി സ്ട്രക്ചർ, തിയറി ഓഫ് പേഴ്സണാലിറ്റിയിൽ അതിന്റെ അണ്ടറിൽ 3 എണ്ണം വന്നു: പേഴ്സണാലിറ്റി ഡയനാമിക്സ്, പേഴ്സണാലിറ്റി സ്ട്രക്ചർ, ദെൻ തിയറി ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. ഇതില്ല, നമുക്ക് പേഴ്സണാലിറ്റി സ്ട്രക്ചർ ആണ് പറയാനുള്ളത്. പക്ഷെ മറ്റതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പൊ പേഴ്സണാലിറ്റി ഡയനാമിക്സിൽ മനസ്സിന്റെ ചലനാത്മകതയില് ഫ്രോയിഡ് എന്ത് ചെയ്തു? മനസ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. മൈൻഡിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാ? കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്, then subconscious mind. മനസ്സിനെ ഫ്രോയിഡ് എന്ത് ചെയ്തു? പേഴ്സണാലിറ്റി ഡയനാമിക്സിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. കോൺഷ്യസ് മൈൻഡ്, സബ്കോൺഷ്യസ് മൈൻഡ്, ദെൻ അൺകോൺഷ്യസ് മൈൻഡ്. അതിനെ നമ്മൾ എന്ത് പറയും? ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ബോധ മനസ്സ് എന്ന് വെച്ചാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, അതാണ് കോൺഷ്യസ് മൈൻഡിൽ വരുന്നത്. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ മൈൻഡിനെ ഒരു ഷെൽഫ് പോലെ കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ 1, 2, 3 എന്ന് കൊടുത്തു. അപ്പൊ നമ്മുടെ മൈൻഡിന്റെ ഏറ്റവും മുകളിലുള്ളതാണ് എന്ത്? കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ചുറ്റുപാടും പ്രസന്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, അതാണ് കോൺഷ്യസ് മൈൻഡിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് അറിയോന്ന് ചോദിച്ചാൽ അറിയാം, പക്ഷെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ കുറെ മുന്നേ പഠിച്ച ഒരു കാര്യം, ക്ലാസ്സിൽ നമ്മൾ കുറെ മുന്നേ പഠിച്ച അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം നമ്മൾ എടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ അത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ എന്താന്ന് നമുക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സാധനങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്നത്. ഇനി അൺകോൺഷ്യസ് മൈൻഡ്, നമ്മുടെ മനസ്സിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാത്ത എക്സ്പീരിയൻസുകൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, സങ്കടം വരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഷെൽഫിന്റെ ഏറ്റവും അടിയിൽ അല്ലെങ്കിൽ മനസ്സിന്റെ ഏറ്റവും അടിയിൽ നമ്മൾ കൊണ്ടുവെക്കുന്നു. അതാണ് അൺകോൺഷ്യസ് മൈൻഡ് അഥവാ അബോധ മനസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. ഇതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഈ പേഴ്സണാലിറ്റി സ്ട്രക്ചറിനെ നേരത്തെ നമ്മൾ ഡയനാമിക്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇപ്പൊ നമ്മൾ പേഴ്സണാലിറ്റി സ്ട്രക്ചർ, മനസ്സിന്റെ ഘടനയെ 3ആയിട്ട് തിരിച്ചു. 3 തരത്തിലുള്ള ഘടന ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഫ്രോയിഡ് പറഞ്ഞു 3 എണ്ണത്തിൽ ഒന്നാമത്തെയാണ് ഇത്. മലയാളത്തിൽ നമ്മൾ ഇത് എന്ന് തന്നെയാ പറയാം, ഇത്. ദെൻ അടുത്തതാണ് ഈഗോ അല്ലെങ്കിൽ അഹം. ദെൻ
മൂന്നാമത്തേതാണ് സൂപ്പർ ഈഗോ. ഇതുണ്ട്, ഈഗോ ഉണ്ട്, സൂപ്പർ ഈഗോ ഉണ്ട്. സൂപ്പർ ഈഗോനെയാണ് നമ്മൾ അത്യഹം എന്ന് പറയുന്നത്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും കാര്യങ്ങള് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക. അവിടെ ഏതൊക്കെ പ്രിൻസിപ്പിൾ ആണ് വരുന്നത്, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത്ര അപ്ലിക്കേഷൻ ലെവലിലൊന്നും പോവാറില്ല. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തേത് ഇതാണ്. ഇത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജനനം മുതൽ, ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ജനിച്ച അന്ന് മുതൽ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇത് എന്ന് പറയുന്നത്. ജനനം മുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ മോസ്റ്റ് പ്രിമിറ്റീവ് എന്ന് പറയും. മൈൻഡിന്റെ മോസ്റ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് എന്ത്, ഇത് എന്ന് പറയുന്നത്. നമ്മൾ ജനനം മുതൽ നമ്മുടെ മൈൻഡിൽ ആ സാധനമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാല് ഇതിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇപ്പം എന്താ പറയാ, അധാർമികമായിട്ട് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളല്ല. അങ്ങനെ നമ്മളെ കൊണ്ട് എല്ലാ തരത്തിലുള്ള പണിയും ചെയ്യിക്കുന്നത് ഇതാണ്. അതിൽ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ഉണ്ടാവാം, ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പം അധാർമികമായിട്ടുള്ള കാര്യങ്ങള് ആ ഒരു പാർട്ട് കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്. നമുക്കിപ്പോ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്കറിയാം ആ സിറ്റുവേഷനിൽ ഞാൻ എടുത്തു ചാടി പ്രവർത്തിച്ചാൽ അതെന്താണ്, ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് അറിയണ്ടാവും. പക്ഷെ ഇത് നമ്മളോട് എന്ത് പറയും, എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് ഉന്തി വിടും. നമ്മളെ വേണ്ടാണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ, ആ ഒരു ഫ്രണ്ട് ആയിട്ട് ഇതിനെ നിങ്ങൾ കണക്കാക്കുക. ദെൻ നമ്മുടെ ഇമോഷൻസ്, ആഗ്രഹങ്ങള്, നമ്മുടെ എന്താ പറയാ സന്തോഷം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികള്, ഇതൊക്കെ ഇതിന്റെ കീഴിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ വിശപ്പ് തോന്നുന്നു. അപ്പം ആ ഒരു വിശപ്പ് തോന്നിക്കുന്നത് ഇതിന്റെ കൺട്രോളിലാണ്. ചില പരസ്യത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതായി മാറും. അപ്പൊ അങ്ങനെ നിങ്ങളല്ലാതായി മാറുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്, ഇതാണ് അവിടെ പ്രവർത്തിക്കുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ വരിക എങ്ങനെയാന്ന് വെച്ചാല് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഏത് പ്രിൻസിപ്പിളിനെ ബേസിസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയണം പ്ലഷർ പ്രിൻസിപ്പിൾ. പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് എന്ന് പറയുന്ന ഫാക്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഈഗോ. ഈഗോ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഈഗോയും ഈ ഈഗോയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കി തന്നെ നമ്മൾ നിൽക്കണം. അപ്പൊ ഈഗോ എന്ന് പറയുന്നത് അഹം, ആ ഒരു ഇതിനെയാണ് നമ്മൾ ഈഗോ പറയാം. അപ്പൊ ഇത് നമ്മളോട് ചെയ്യ് എന്ന് പറയുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു സെക്കൻഡ് തോട്ട് അവിടെ കൊടുക്കും, ഇത് ചെയ്താൽ എനിക്ക് പ്രശ്നമാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു പ്രോസസ്, അത് നിയന്ത്രിക്കുന്നത് ആരാണ്, നമ്മുടെ ഈഗോ അല്ലെങ്കിൽ അഹം എന്ന് പറയുന്ന മൈൻഡിന്റെ പാർട്ടാണ് അത് നിയന്ത്രിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം പ്രാക്ടിക്കൽ ആയിട്ട് കുറച്ചുകൂടെ ഇത് നമ്മളെ കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും ചെയ്യിക്കാൻ വേണ്ടി നോക്കുക ചെയ്യുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ആരാ, ഈഗോ ആണ് പറയാം. അപ്പം ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാല്, ഇത് ഒരു കുതിരയാണെങ്കിൽ, ഇതെന്ന് പറയുന്നത് ഒരു കുതിരയാണെങ്കിൽ ആ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനാണ് ആര്, ഈഗോ എന്ന് പറയുന്നത്. ആ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനാണ് ഈഗോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മൈൻഡിന്റെ ഒരു പോലീസ് ഫോഴ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മളെ മൈൻഡിനെ കുറച്ചുകൂടെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതാണ് ആര്, ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ആണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മളെ മൈൻഡിനെ അത്രയും കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അതാണ് സൂപ്പർ ഈഗോ. അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിളിൽ വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് മൈൻഡിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, സോ ഇവിടെ പ്രിൻസിപ്പിൾ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി അല്ലെങ്കിൽ സന്മാർഗിക തത്വം. ആ ഒരു മൊറാലിറ്റി, മോറൽ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണ് ആര്, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ നിയമത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, അതൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് സൂപ്പർ ഈഗോ ആണ്. സോ ഈ ഒരു സൂപ്പർ ഈഗോനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഫ്രോയിഡ്
സൂപ്പർ ഈഗോനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ഈഗോ ഐഡിയൽ എന്ന് പറയും, മറ്റേത് കൺസൈൻസ്. അപ്പൊ ഈഗോ ഐഡിയൽ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ലേ, നമുക്ക് ആരെ പോലെ ആയിരിക്കണം, ഒരു ഐഡിയൽ ഒരു ക്യാരക്ടർ നമ്മൾ കൊണ്ടുവരും. ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ഈഗോ ഐഡിയൽ എന്ന് പറയുന്നത്. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പിക്ചർ നമ്മളെ മൈൻഡ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ കൺസൈൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മൊറാലിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്ത് പറയാം, മോറൽ ആം ഓഫ് പേഴ്സണാലിറ്റി. മോറൽ ആം ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ സൂപ്പർ ഈഗോ എന്ന് പറയാം, അല്ലെങ്കിൽ കൺസൈൻസ് എന്ന് പറയാം. പൊതുവെ സൂപ്പർ ഈഗോ ആണ് ചോദിക്കാറുള്ളത്. അപ്പൊ മൊറാലിറ്റി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, സൂപ്പർ ഈഗോ ആണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അതാണ് വാസ്തവം. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും പരീക്ഷ പാസ്സാവണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, കോപ്പി അടിക്കാന്ന് പറഞ്ഞിട്ട് ഈ പേപ്പറിലും ഡെസ്കിലും ബെഞ്ചിലും ഒക്കെ എഴുതി വെക്കുന്നു. അല്ലെങ്കിൽ എഴുതി വെക്കാന്ന് പേപ്പറിൽ എഴുതി കൊണ്ടുപോവാന്ന് ഞാൻ തീരുമാനിക്കുന്നു. അപ്പം എന്റെ മൈൻഡിന്റെ ഇത് എന്നോട് പറയും, കോപ്പി അടിച്ചാൽ നിനക്ക് എന്തായാലും പാസ്സാവാം, അതുകൊണ്ട് എഴുതിക്കോ എന്ന് പറയും. അപ്പൊ ഇത് തന്നെ ആ ഒരു ഇതിലേക്ക് എന്ത് ചെയ്തു, തള്ളിവിട്ടു. പക്ഷെ ഈഗോ എന്ത് ചെയ്തു, ഈഗോ അവിടെ ഒരു സെക്കൻഡ് തോട്ട് കൊടുത്തു, ഞാൻ കോപ്പി അടിച്ച് എന്നെ പിടിക്കൂ, അല്ലെങ്കിൽ ഇത് പ്രശ്നമാവോ, എന്നെ ഡീബാർ ചെയ്യോ, എന്നെ പുറത്താക്കോ, അങ്ങനെയുള്ള ഒരു സെക്കൻഡ് തോട്ട് കൊടുക്കുന്ന ആളാണ് ആര്, ഈഗോ എന്ന് പറയുന്നത്. പക്ഷെ സൂപ്പർ ഈഗോ എന്താ ചെയ്യുന്നത്, കോപ്പി അടിക്കരുത്, കോപ്പി അടിക്കുന്നത് തെറ്റാണ് എന്ന് നമ്മളെ മൈൻഡിനോട് പറയുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോന്നും വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇതാണെങ്കിൽ അവിടെ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത്. ഈഗോ ആണെങ്കിൽ അത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ റിയാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈഗോ വരുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റി അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഈഗോനെ തന്നെ നമ്മൾ മാസ്റ്റർ ഓഫ് കോംപ്രമൈസ് എന്ന് പറയും. ഈ ഒരു ടേം ഓർത്ത് വെച്ചാൽ മതി. മാസ്റ്റർ ഓഫ് കോംപ്രമൈസ് എന്ന് പറയുന്നത് ഈഗോ ആണ്. അങ്ങനെ ചോദ്യം വരാം, മാസ്റ്റർ ഓഫ് കോംപ്രമൈസ് എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഇതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരാം. അപ്പോൾ ഈഗോനെയാണ് നമ്മൾ മാസ്റ്റർ ഓഫ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. ദെൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് പേഴ്സണാലിറ്റി. എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നതും ആരെ തന്നെയാണ്, ഈഗോനെ തന്നെയാണ് പറയുന്നത്. പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞു, എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ മാസ്റ്റർ ഓഫ് കോംപ്രമൈസ് എന്നും പറഞ്ഞു. ഇത് മൂന്നും എന്താണ്, ഈഗോ ആണ്. ഇനി ഇതെന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ ഇതിനെ മോസ്റ്റ് പ്രിമിറ്റീവ് ആണെന്ന് പറഞ്ഞു, ഓർത്തു വെക്കണം. മോസ്റ്റ് പ്രിമിറ്റീവ് പാർട്ട് ഓഫ് മൈൻഡ് ആണ്. ദെൻ പ്ലഷർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ആണ് അല്ലേ. ദെൻ സൂപ്പർ ഈഗോനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അത് പൊതുവെ ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ബേസ് ചെയ്തിട്ടാണ് സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഈഗോനെ നമുക്ക് എന്ത് പറയാം, മോറൽ ആം ഓഫ് പേഴ്സണാലിറ്റി, പേഴ്സണാലിറ്റിയുടെ മോറൽ ആം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് മനസ്സിന്റെ ഘടന, ഫ്രോയിഡിന്റെ മനസ്സിന്റെ ഘടന എന്ന് പറയുന്ന തിയറി. ഓക്കെ, അപ്പൊ ഇത് ഈഗോ, സൂപ്പർ ഈഗോ എല്ലാവർക്കും ക്ലിയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.